Dear children, let's continue with our chapter Understanding of Maps. Today we will discuss about the essential elements of map. ഭൂപടങ്ങളിലെ ആവശ്യ ഘടകങ്ങൾ. Observe the map given below, figure 6.1. Listen, this one. In the above map of Kerala, A, B, C, D, E and F indicate all the essential elements of a map. This map contains all the essential elements of map. ഈ മുകളിൽ കൊടുത്തിരുന്ന കേരളത്തിൻ്റെ മാപ്പിൽ ഒരു മാപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തി വരച്ചിരിക്കുന്നതാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാപ്പ് ആൻഡ് ദ ടേബിൾ, the essential elements of a map can be identified easily. Use the table and using the help of map, we can identify the essential elements of map. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളും ഈ മാപ്പും ഉപയോഗിച്ച് മാപ്പിന് ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾക്ക് കണ്ടെത്താവുന്നതാണ്. ഇവിടെ ടേബിൾ യു ലിസൺ. Letters A, it represents ടൈറ്റിൽ അഥവാ തലക്കെട്ട്. സാധാരണയായി ടൈറ്റിൽ മാപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഉണ്ടാവും. നോക്ക് ഇവിടെ എ റെപ്രസെൻറ്റ്സ് ടൈറ്റിൽ ചെയ്യുന്നു. കേരള ഫിസിയോഗ്രഫി എ റെപ്രസെൻറ്റ് ടൈറ്റിലാണ്. ഇതാണ് മാപ്പിൻ്റെ ടൈറ്റിൽ, കേരളത്തിലെ ഫിസിയോഗ്രഫി ഭൂപ്രകൃതി. അതായത് ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതിയാണ്, അതാണ് ടൈറ്റിലായിട്ട് സാധാരണ കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് ടേബിൾ നോക്ക്. ബി സ്കെയിൽ. ബി സ്കെയിൽ ഉണ്ടാ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്കെയിൽ. ദെൻ നെക്സ്റ്റ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ തോത്. ഒരു പ്രദേശത്തുള്ള രണ്ട് സ്ഥലങ്ങളുടെ ദൂരം ഒക്കെ കണക്കാക്കുന്നതിനാണ് തോത് നമ്മൾ ഉപയോഗിക്കുന്നത്. സി ഡയറക്ഷൻ, ദിക്ക്. നോക്ക് ഡയറക്ഷൻ, സി ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു. സി ഡയറക്ഷൻ, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഡി ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്. അക്ഷാംശരേഖകളും അല്ലെങ്കിൽ അക്ഷാംശരേഖകളും രേഖാംശരേഖകളും. ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്. ഇതാ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ്, ഇത് ലോഞ്ചിറ്റ്യൂഡ്, ഇത് ലാറ്റിറ്റ്യൂഡ്. ദെൻ ഡി ഇവിടെയാണ് എടുക്കുന്നുണ്ടാ. ആറ്റിറ്റ്യൂഡും ഈ താഴത്തെ ലൈൻ ലോഞ്ചിറ്റ്യൂഡാണ്. ദെൻ നെക്സ്റ്റ് ഇ കൺവെൻഷണൽ സിംബൽസ് ആൻഡ് കളേഴ്സ്. അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും. ഈ ഉണ്ടാ ഈ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് നിറങ്ങൾ, ചിഹ്നങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇത് ചിഹ്നം കണ്ടാ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഇൻഡെക്സ്, എഫ് ഇൻഡെക്സ് സൂചിക. അപ്പോൾ ഈ നിറങ്ങളൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതിനാണ് ഇൻഡെക്സ് സൂചകത്തിൽ. ഇൻഡെക്സ് മീൻസ് സൂചിക ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ 3 കളർ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കളറുകളോ എന്തെങ്കിലും പ്രത്യേക ചിഹ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്താണ് ഈ സൂചകത്തിൽ അല്ലെങ്കിൽ ഈ സൂചികയിൽ കൊടുത്തിരിക്കുക. അതാണ് ഇൻഡെക്സ്. അപ്പോൾ നമുക്കൊരു മാപ്പിലെ ആവശ്യമായ വാട്ട് ആർ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ മാപ്പ്, നമുക്ക് ഇവിടെ ഈ മാപ്പിൽ നിന്നും നമുക്കും ഈ ടേബിളിൽ നിന്നും ഈ മാപ്പും നോക്കി നമ്മളത് കണ്ടെത്തിയിട്ടുണ്ട്. Then let us examine the importance of each one of them. First one, title. Title indicates the area depicted and the content of the map.
It is usually given at the top of the map. Observe the maps in the social science lab of your school and prepare a table after classifying them. You listen. Title represents the area and content of the map. Did you understand it? Title represents the area and content of the map. Observe the map in the social. Check the map of the social science lab and make a table after classifying them. Then, അതായത് മാപ്പിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഏതെന്നും മാപ്പിൻ്റെ ഉള്ളടക്കം എന്തെന്നും തലക്കെട്ട് സൂചിപ്പിക്കുന്നു. ഇവ പൊതുവെ എന്താണ് മാപ്പിൻ്റെ മുകളിൽ തന്നെ കാണിച്ചിരിക്കും. Then next, scale. You read the lesson 2 or 3 times. Hope all of you understood. Thank you.